വിഷ്ണു ശാലിനിയുടെ മഹാ എപ്പിസോഡ് പ്രൊമോയാണ് വന്നിരിക്കുന്നത്. അതിലാണെങ്കിൽ ശാലിനിയും വിഷ്ണുവുമൊക്കെ ആ ഒരു പാല് കാച്ചിയ ദിവസമാണെങ്കിൽ ഗൃഹനാഥനും ഗൃഹനാഥയും ആ വീട്ടിൽ തന്നെ അന്തി ഉറങ്ങണം എന്നിങ്ങനെ കമലിനും ജയശ്രീയുടെ അമ്മയൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും സമ്മതിച്ചാണല്ലോ. അതനുസരിച്ച് അവർ വൈകുന്നേരമാണെങ്കിൽ ഇങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് തിരികെ വന്ന് ഈ വീട്ടിലേക്ക് ഇങ്ങനെ രണ്ടുപേരും കൂടി കാലെടുത്ത് വെച്ച് കയറുന്നുണ്ട്. അതിനുശേഷം അവർ മുറിയിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ ഞെട്ടി നോക്കി നിൽക്കുകയാണ്. അന്നേരം അതിനകത്ത് കമലിനുണ്ട്. കമലിനാണെങ്കിൽ റൂമൊക്കെ ഒരു മണിയറ പോലെയൊക്കെ പൂവൊക്കെ വെച്ച് നല്ല അലങ്കരിച്ച് നിൽക്കുകയാണ്. അന്നേരം കമലിന് ആകപ്പാടെ സന്തോഷമാണ്. ഏട്ടനും ലാശാനും ഏട്ടത്തി അമ്മയും ഒക്കെ ഒരുമിച്ച് ജീവിക്കുമെന്ന് കാണുമ്പോൾ കമലിൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് സന്തോഷം കൊണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു ദിവസമാണ്, നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് നിങ്ങളങ്ങ് പറന്നുയർന്നേര എന്നൊക്കെ പറയുമ്പോൾ കമലിൻ്റെ ശബ്ദമൊക്കെ ഇങ്ങോട്ട് ഇടറുന്നുണ്ട്. എൻ്റെ ആശാന് അത് ആഗ്രഹിച്ച പോലൊരു ജീവിതം കിട്ടുമ്പോൾ കമലിന് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിഷ്ണുവും ശാലിനിയും ഒക്കെ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്നു. ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതിനുശേഷം പിറ്റേന്നാണെങ്കിൽ അതിന് മുന്നേ ശാലിനിയും വിഷ്ണുവും കൂടി അന്ന് ആ ഒരു ഹരിത കേരളം ആ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനത്തിൻ്റെ ആ ദിവസമാണെങ്കിൽ ഡൈനിങ് ഹാളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതും പിന്നെ ശാലിനിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ നെറ്റിയിലേക്ക് ഉമ്മ ഒക്കെ ജോൺ എബ്രഹാം ആണെങ്കിൽ വീഡിയോയിൽ എടുത്തുകൊണ്ട് പോയല്ലോ. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ഇടുകയാണ് ചെയ്യുന്നത്. അന്നേരം എല്ലാവരും അത് കാണുന്നുണ്ട്. അന്നേരം ശാലിനിയും വിഷ്ണു അറിയുന്നില്ല. പക്ഷേ ശാലിനിയാണെങ്കിൽ എന്തെങ്കിലും ഫോൺ എടുക്കുമ്പോൾ ഇതിങ്ങനെ ആ കളക്ട്രേറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് അത് കാണുന്നുണ്ട്. ശാലിനി ഇങ്ങനെ ആകെ ഷോക്കായിട്ട് നോക്കുന്നുണ്ട്. അന്നേരം അതാണെങ്കിൽ വിഷ്ണു അറിയുന്നില്ല. വിഷ്ണുവിനെ ആണെങ്കിൽ അതിൽ അവിടുത്തെ ആ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ഈ ഫോൺ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അതിനുശേഷം വിഷ്ണു ആണെങ്കിൽ ശാലിനിയുടെ ക്യാബിനകത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം ജോൺ എബ്രഹാമിനെ വിളിപ്പിക്കുകയാണ്. അന്നേരം ജോണാണ് ഇത് ചെയ്തത് എന്നുള്ളത് ശാലിനി കണ്ടെത്തുന്നുണ്ട്. അന്നേരം ശാലിനി ആണെങ്കിൽ ആ കളക്ടർ കസേരയിൽ ഇരിക്കുന്നുണ്ട്. വിഷ്ണു ഇവിടെ നിൽക്കുകയാണ്. ജോണിനെ വിളിക്കുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ജോണിൻ്റെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. അതിന് ശാലിനി കസേര അങ്ങ് തിരിഞ്ഞിരിക്കുകയാണ്. ശാലിനിയെ സീൻ കാണുന്നുണ്ട്. പക്ഷേ ശാലിനിയുടെ അനുവാദത്തോടു കൂടി തന്നെ വിഷ്ണു ആണെങ്കിൽ ആ ഒരു ഓഫീസിനകത്ത് വെച്ച് തന്നെ ജോണിൻ്റെ കരണം നോക്കി പൊട്ടിക്കുന്നുണ്ട്. പക്ഷേ കളക്ടർ കണ്ടില്ല എന്ന് കാണിക്കാനായിട്ട് കസേര അങ്ങ് തിരിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ആ സീൻ അത്രേ കാണിക്കുന്നുള്ളൂ. അതിനുശേഷമാണെങ്കിൽ ശ്യാമ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവുന്ന ദിവസമാണെന്ന് തോന്നുന്നു. ശ്യാമ ഇങ്ങനെ ആ ഒരു പിന്നെ ആ ഒരു കാഷ്വാലിറ്റിയുടെ അവിടെ നിൽക്കുമ്പോൾ രോഹിത് വന്ന് എന്തോ വാങ്ങിക്കാനായിട്ട് പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് പോവുകയാണ്. അന്നേരം ഈ ധന്യ ഡോക്ടർ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം ശ്യാമയെ കണ്ട് വിശേഷങ്ങളൊക്കെ തിരക്കുകയാണ്. എന്നിട്ട് ഹസ്ബൻഡിനിപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാമോ എന്നിങ്ങനെ ഈ ഡോക്ടർ ശ്യാമയോട് ചോദിക്കുകയാണ്. അതായത് കുട്ടികളുടെ കാര്യം അറിയാമോ? അന്നേരം ശ്യാമ അറിയാമെന്നിങ്ങനെ സമ്മതിക്കുന്നുണ്ട്. അന്നേരം ഇരട്ട കുട്ടികളുടെ കാര്യം എന്നിങ്ങനെ സത്യയും പപ്പിയും കുറിച്ച് സംസാരിക്കുന്നുണ്ട് ധന്യ ഡോക്ടറാണെങ്കിൽ ശ്യാമയോട്. ഈ ഒരു സമയത്ത് തന്നെ സത്യഭാമയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അതപ്പോൾ സ്കൂളിൽ നിന്നും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ, ഡേറ്റ് ഓഫ് ബർത്തൊക്കെ അറിഞ്ഞിട്ട് ഇവിടെ ഹോസ്പിറ്റൽ അറിഞ്ഞിട്ട് അന്വേഷിക്കാനാണോ എന്നുള്ളത് കാണിക്കുന്നില്ല. സത്യഭാമ ശ്യാമയെ കാണാനാണോ ഉള്ളതും കാണിക്കുന്നില്ല. ഭാമ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അന്നേരം ഈ വരുന്ന് കയറുമ്പോഴാണ് ഇവരിങ്ങനെ ഡോക്ടറും ശ്യാമയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് സത്യഭാമ കാണുന്നത്. അന്നേരം ഇരട്ട കുട്ടികളുടെ കാര്യം എന്ന് മാത്രമേ സത്യഭാമ കേൾക്കുന്നുള്ളൂ. അന്നേരം ശ്യാമ നോക്കുമ്പോൾ സത്യഭാമ പുറകിൽ നിൽക്കുന്ന കാണിക്കുകയാണ്. അന്നേരം ആ സംസാരം അവിടെ വെച്ച് നിർത്തുന്നുണ്ട്. തുടർന്ന് ഭാമ സംശയിച്ച് നിൽക്കുകയാണ്. സംഭവം എന്താണെന്ന് ഭാമയ്ക്ക് മനസ്സിലായില്ല. പക്ഷേ ഭാമ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഏത് ഇരട്ട കുട്ടികളുടെ കാര്യമാണ് സംസാരിച്ചു കൊണ്ടുവന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ശ്യാമയും ഡോക്ടറും ഒന്ന് പരുങ്ങുന്നുണ്ട്. അതിനുശേഷം ഡോക്ടർ അങ്ങ് പോവുകയാണ്. തിരിച്ച് ശ്യാമയുടെ മറുപടി കാണിക്കുന്നില്ല. അതിനുശേഷം സത്യഭാമയ്ക്ക് എന്തൊക്കെയോ വീണ്ടും സംശയങ്ങളൊക്കെ തോന്നുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം സത്യഭാമയാണെങ്കിൽ ധന്യ ഡോക്ടറിൻ്റെ ക്യാബിനിലേക്ക് ചെല്ലുന്നുണ്ട്. തുടർന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ സത്യഭാമ തുറന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ധന്യ ഡോക്ടർ ഉത്തരം പറയാനാകാതെ ഇങ്ങനെ ആകെ കൺഫ്യൂഷനിലായിട്ട് നിൽക്കുന്ന സീനുമാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും സത്യഭാമ ഒന്നുകിൽ ഡോക്ടർ പറഞ്ഞ് അറിയുമായിരിക്കും, അതോ ഇനി വേറെ എന്തെങ്കിലും വഴിക്ക് ഹോസ്പിറ്റൽ റെക്കോർഡ് എടുത്ത് പരിശോധിക്കുമ്പോൾ ആരെങ്കിലും കൊണ്ട് പരിശോധിക്കുമ്പോൾ അറിയുമോ എന്നുള്ളതാണ്. തമിഴിലാണെങ്കിൽ റീമേക്കിലാണെങ്കിൽ സത്യഭാമ അവിടെ ഒരു അറ്റൻഡറെ എടുത്ത് പറഞ്ഞ് ആ ഒരു ഫയൽ എടുക്കാൻ നോക്കുമ്പോൾ സുസ്മിതയാണെങ്കിൽ അവിടെ ഇടപെട്ട് ആ ഫയലൊക്കെ നശിപ്പിക്കും, ഈ ഡോക്ടറെ അപകടത്തിലാക്കാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ അതിൽ ഈ ഡോക്ടർ മരണപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഡോക്ടർ മരിക്കുന്നതിന് മുന്നേ ഭാമയെ വിളിപ്പിച്ചിട്ട് ഈ സത്യങ്ങളെല്ലാം അവിടെ തുറന്നു പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇനി മിക്കവാറും ഡോക്ടർ അങ്ങനെയുള്ള സീൻ ഒഴിവാക്കിയിട്ട് മിക്കവാറും ഡോക്ടർ തുറന്നു പറയുമായിരിക്കും ഭാമയോട് കാര്യങ്ങളെല്ലാം.
അന്നേരം ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. എന്തായാലും ഇവർ ഒരുമിച്ച് എല്ലാവരും കൂടി ആ ഒരു വീട്ടിലേക്കൊക്കെ താമസം മാറുമെന്ന് തോന്നുന്നു, സത്യങ്ങളെല്ലാം ഒക്കെ അറിഞ്ഞതിന് ശേഷം. എന്തായാലും നല്ല നല്ല എപ്പിസോഡുകളാണ് വരുന്നത്. ഇത് മഹാ എപ്പിസോഡിൻ്റെ പ്രൊമോ തന്നെയാണ്. ഉടനെ തന്നെ സത്യഭാമ എന്തായാലും സത്യങ്ങളൊക്കെ തിരിച്ചറിയും. ആ ഒരു വീഡിയോയുടെ കാര്യത്തിലും ജോൺ എബ്രഹാം എന്ത് ചെയ്യും എന്നുള്ള, ഒന്നുകിൽ അത് കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചാലും അത് അങ്ങ് വൈറലായി കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അതെന്താകും എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. മഹാ എപ്പിസോഡ് ശനിയാഴ്ച രാത്രി 7 മണിക്കാണ് നമുക്ക് കാണാം. ഓക്കെ, താങ്ക്